ചെന്താമര എന്ന നല്ല ഒരു പേരുള്ള ക്രൂരനായ കൊലയാളി. അയാള് കേരളത്തിനെ ആകെ തന്നെ നടുക്കിയിട്ട് ഒരു 2-3 ദിവസമായി. 2 പെൺകുട്ടികൾ, വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, അവര് അനാഥരായി. അവരെ അമ്മയെ ഇയാൾ കൊല്ലുന്നു, അതിന് ജയിലിൽ പോന്നു. ജയിലിൽ പോയതിന് ശേഷം അവിടുന്ന് അത് ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ജാമ്യം കിട്ടി. ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അയാൾ വീണ്ടും അവിടെ തിരിച്ചു വരുന്നു. വന്നിട്ട് ഈ ഈ കുട്ടികളുടെ അച്ഛൻ്റെ മാതാവിനെയും ഭീഷണിപ്പെടുത്തുക വീണ്ടും. അങ്ങനെ അവർ പരാതി കൊടുക്കുന്നു. പോലീസിൽ പരാതി കൊടുത്തപ്പോൾ എന്താ, പോലീസ് ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഇൻസ്പെക്ടർ വിളിച്ചിട്ട്, അയാൾ മഹേന്ദ്ര സിംഗ് എന്നോ ഏതാണ്ടൊരു പേരുള്ള ഒരാളാണ്. അയാൾ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇവന് കുടിക്കാൻ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ അങ്ങ് പറഞ്ഞയച്ചു കേട്ടോ. അയാൾ അന്ന് നടപടി എടുത്തത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അച്ഛനെ നഷ്ടപ്പെടത്തില്ലായിരുന്നു. അതിന് പകരം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കെടുകാര്യസ്ഥ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അയാൾ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂ? ഈ കുട്ടികൾ സാധാരണ പോകുമ്പോൾ ഇയാളെ കൂടെ പോവും, പേടിച്ചു ആരെങ്കിലും. പക്ഷെ അന്ന് ഈ കുട്ടിക്ക് പോകാൻ പറ്റിയില്ല. കുട്ടി പോകാൻ ഈ കുട്ടിയും കൊന്നെ. അതിനെ വളരെ ക്രൂരനായ ഒരു കൊലയാളി. അയാളുടെ പെരുമാറ്റം തന്നെ കാണാം, നമുക്ക് കണ്ടാൽ അറിയാം. അത് അത്രത്തോളം ഡയബോളിക് ആയിട്ടുള്ള ഒരു വലിയ ക്രൂരനായ ഒരു മനുഷ്യൻ അയാളാണ്. മനുഷ്യനെന്ന് അയാളെ പറയാൻ പറ്റിയതാ. കാരണം ഇതേ ഒരു സ്ത്രീയെ അങ്ങ് വെട്ടിക്കൊന്നതാണ്. ആ പാവം ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെ വെട്ടിക്കൊന്ന് അതിന് ജയിലിൽ പോയിട്ട് ജാമ്യം എടുത്ത് തിരിച്ചിറങ്ങി ഇപ്പം വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വേണ്ട നടപടി പലരും എടുക്കത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ കണ്ടത്. അയാളെ വിളിച്ച് അയാളെ സൽക്കരിച്ച് റെഡിയാക്കിയിട്ട് അവനെ അങ്ങ് പറഞ്ഞയച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് തന്നെ സംഭവം. അവൻ വന്ന് വെട്ടിക്കൊന്നു. ഈ അച്ഛനെ മാത്രമല്ല, ആ അച്ഛന്റെ മാതാവിനെയും കൂടെ അവരെയും വെട്ടിക്കൊന്നു. പോലീസിന്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയല്ലേ ഇത് ചെയ്തേക്കുന്നത്? ഈ കൊലപാതകം നടത്തിയേക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാരെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതുപോലെ ഈ പരാതി കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് ചെന്നിട്ട് ഒരു കാരണം അവരെ ഒന്നുമില്ലാതെ അവനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് കേട്ടോ, അത് റിപ്പോർട്ട് ചെയ്ത് അവന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യിപ്പിക്കാതിരിക്കാതെ ചെയ്ത് വെക്കുന്ന പണിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആ നെന്മാറയിലുണ്ടായ ഇരട്ടക്കൊല എന്ത് ബോൾഡായിട്ടാണെന്നറിയാം നടക്കുന്നത്. ഇനിയിപ്പം നമുക്ക്, അതായത് മുമ്പ് ഇന്ത്യൻ പീനൽ കോഡിനകത്ത് 303 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടായിരുന്നു. അതായത് ഒരു കൊലക്കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതി, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതി ഒരു കൊലപാതകം നടത്തിയാൽ അത് 303 വകുപ്പ് അനുസരിച്ച് അതിന് തൂക്കിക്കൊല മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു, വധശിക്ഷ, വേറെ ശിക്ഷയില്ല. പക്ഷെ അത് വന്നപ്പോൾ സുപ്രീം കോടതി ഒരു കേസിനകത്ത് സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഫൈൻഡ് ചെയ്തു. കാരണം ഇക്വാളിറ്റി, അതായത് തുല്യത എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ആ തുല്യത നടക്കുന്നില്ല. കാരണം ഈ പ്രതി, അതായത് ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, അയാൾക്കും, അതായത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് അയാൾ ആ കാലയളവിൽ ഇതുപോലെ ഒരു കൊലപാതകം നടത്തിയാൽ അതിന് വധശിക്ഷ എന്ന് പറയുമ്പോൾ അയാൾ മറ്റാളുകളുമായിട്ട് അയാൾക്ക് ആ തുല്യത വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അയാൾ ഒരു കൊലക്കേസ് ശിക്ഷിക്കപ്പെട്ടു പോയി. ഇതാണ് കാര്യം. അപ്പൊ അത് സുപ്രീം കോടതി പറഞ്ഞു അത് ശരിയല്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. തുല്യത എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് ഇക്വാളിറ്റിക്ക് ചേർന്നതല്ല. ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ദ ലോസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഒരാൾ ശിക്ഷ കിടക്കുന്ന പ്രതിക്ക് അതില്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു വിവേചനം പാടില്ല എന്ന് പറഞ്ഞാണ് അത് അത് മാറ്റിയത്. സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതോടുകൂടി ആ പ്രൊവിഷൻ ഇല്ലാതായി, റിപ്പീൽ ചെയ്തു. 303 എന്ന് പറയുന്ന വകുപ്പ് പോയി. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ശിക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ജീവപര്യന്തം തടവ് ശിക്ഷിച്ച ഒരു ശിക്ഷിക്കണം എന്നാലേ ആളും പഴം മറ്റേതും വരുന്നുള്ളൂ. ഇയാൾ ആ കൊലക്കേസിലെ വിചാരണ തടവുകാരനാണ് കേട്ടോ. അയാള് കുറ്റം ചെയ്തതായിട്ട് അയാളെ തെളിയിക്കുമ്പോൾ പക്ഷെ ഇത് ഒരു അസാധാരണ സാഹചര്യമായിട്ട് മാറും. കാരണം ഇവനെ വളരെ പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് ഇതുപോലെ ഇറങ്ങി നടന്ന് ഇതുപോലെ ഭീഷണിപ്പെടുത്തി ആ കുടുംബത്തിനെ മുഴുവൻ കണ്ണീരിലാക്കി 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയ ഇവനെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബച്ചൻ സിംഗ് കേസിലെ പ്രിൻസിപ്പിളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റെയറസ്റ്റ് അമംഗ് റെയർ ആയി വെക്കും ഈ കേസ്.
അതായതും കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ, തെളിയിക്കാൻ ഇത് എളുപ്പമുണ്ട് തെളിയിക്കാനൊക്കെ, അതിന്റെ കത്തി അത് റിക്കവറി എല്ലാം ഉണ്ട്, ആ വെട്ടുകത്തിയും റിക്കവറി ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ കൂടെ കണക്കാക്കണം, എടുക്കാം. അല്ലാതെ ഇയാൾ ഒരു കൊലക്കേസിൽ പെട്ടുപോയതുകൊണ്ട് അയാൾ വിചാരണ തടവുകാരനാണ്, അയാൾ ചെയ്യുന്നതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഈ കേസിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ആ പൂർവ്വ വൈരാഗ്യം, ആ സ്ത്രീയെ വെട്ടിക്കൊല്ലുന്നു, അത് കഴിഞ്ഞിട്ട് അവൻ ജയിലിൽ കിടന്നു, ജാമ്യത്തിൽ ഇറങ്ങി വരുന്നു, ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ 2 കൊലപാതകങ്ങൾ നടത്തിയേക്കാണ് അത്. അപ്പൊ അത് വരുമ്പോൾ അതൊരു മിക്കവാറും റെയറസ്റ്റ് എമംഗ് റെയർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത്. കാരണം ഇങ്ങനെയുള്ളപ്പോൾ യവന് ജീവപര്യന്തം തടവ് എന്ന് പറയുന്നത് മതിയാവത്തില്ല. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞെന്ന് പറയുന്നത് കേട്ട്, എനിക്ക് എന്നെ 100 വർഷം ശിക്ഷിക്കണമെന്ന്. അതിന് കൊല്ലരെന്ന് പറയുന്നില്ല, എന്നാൽ എന്നെ തൂക്കിക്കൊല്ലം നീക്കണമെന്നോ പറയുന്നില്ല. അത് അവന് പേടിയുണ്ട്. അവന് ജീവന് അവന് പേടിയുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. അവനെ 100 വർഷം ഫുഡ് അടിച്ച് അവനെ അവിടെ കിടക്കണം, നമ്മൾ ചെലവിന് കൊടുക്കണം അവന്. അതാണ്. അപ്പൊ ഇവനെ ഇനി 100 വർഷം അവിടെ ശിക്ഷിച്ച് അവിടെ ഇട്ടേക്കാൻ, മനസ്സിലായില്ലയോ? കാരണം അപ്പൊ അവന്റെ ജീവിക്കാനുള്ള ആ കൊതി ഒന്നും ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ ഈ 2 പേര് പിടഞ്ഞ് മരിച്ചത്, ഈ കുഞ്ഞുങ്ങൾ അനാഥരായതിനും അവന് മറുപടി ഒന്നുമില്ലേ? അവന് അവന് പശ്ചാത്താപം പോലും ഇല്ലല്ലോ. കാരണം ഈ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് കാണാം, അവന്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ലെവലേശം പശ്ചാത്താപം അവനില്ല, ഒന്നുമില്ല. ഒന്നുമില്ല, വളരെ ഡയബോളിക് ആയിട്ട് വരുന്ന എന്ത് ക്രൂരതയുള്ള ലുക്കാണ് ആ രീതിയിലാണ് കാണുന്നത്. ഇവനെ കണ്ട ആളുകൾ പേടിച്ച് സ്വപ്നം കാണും ചിലപ്പോൾ, ആ രീതിയിലായിപ്പോയി. ഡ്രാക്കുള ഇതിലുമൊക്കെ എത്രയോ ഭേദം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരുപാട് നമ്മൾ പല ഒരു മാനങ്ങളാണ് ഇപ്പൊ ഈ ക്രൈമിനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ആളുകളുടെ സ്വഭാവത്തിൽ എങ്ങനെ ഈ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കാണണം. അതുകൊണ്ട് ഒരുത്തൻ കണ്ടില്ലേ, 3 എണ്ണത്തിനെ അടിച്ചു കൊന്നത്. അടിച്ചെന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിലൊക്കെ അടിച്ചേക്കുന്ന പൈപ്പ്, സ്റ്റീൽ പൈപ്പ് വെച്ച് അയാൾക്ക് 8 മുറിവാണ് തലയോട്ടിട്ട് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 8 അടി കേട്ടോ, ഒരൊറ്റ അടിക്ക് തന്നെ തട്ടിപ്പോവും. അങ്ങനെയുള്ള 8 അടിയാണ് ഒരാളെ തലയിൽ കൊടുത്തേക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത്രയും എന്തിനാദ്യം ചോദിച്ചാൽ അവനെ കളിയാക്കിയത്. എല്ലാത്തിനെയും കൊല്ലാനാ ചെന്നെന്നാ അവൻ പറഞ്ഞേക്കുന്നത്. ഇതാ കാര്യം. ഭാഗ്യത്തിന് ഒരു മനുഷ്യന് അത് രക്ഷപ്പെട്ടു. അയാള് അപകടനില തരണം ചെയ്തോ ഇല്ലെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അയാള് ഹോസ്പിറ്റലിലാണ്, ആസ്റ്റർ മെഡിസിറ്റിയിലോ അങ്ങാണ്ട് ആശുപത്രി കിടക്കാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് വന്ന് ക്രൂരത എന്ന് പറയുന്നത് അത്രത്തോളം. എന്നാണ്ട് ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് കേട്ടിലെറിഞ്ഞു വന്നേക്കുന്നത്. ഇത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരുത്തന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? അപ്പൊ ഈ രീതിയിലേക്ക് നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് മയക്കുമരുന്നിന്റെ സ്വാധീനം ഒരുപാടുണ്ട്. കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതിന്റെയൊക്കെ സ്വാധീനം ഒരുപാടുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇന്ന് ക്രിമിനൽസിന്റെ, നമ്മൾ പണ്ട് കാണാത്ത രീതിയിലുള്ള ക്രൈംസ് ആണ് ഇപ്പൊ കാണുന്നത്. ഇതുപോലൊന്നും ഇങ്ങനൊന്നും അടിച്ചു കൊല്ലുന്ന, ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഈ തലയിൽ ഇതുപോലെ അടിച്ച് 3 എണ്ണത്തിനെ കൊല്ലുന്ന ഒരു ഇങ്ങനെ 3 പേരെ, ഒരാളെയൊക്കെ കൊന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇത്രയും നാളുള്ള ജീവിതത്തിൽ. അതായത് അഭിഭാഷകനായിട്ടുള്ള 17 വർഷം, അത് കഴിഞ്ഞിട്ട് ജഡ്ജിയായിട്ടുള്ള 23 വർഷം, ഈ 40 വർഷത്തിനിടയിൽ ഞാൻ ഇങ്ങനെയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. എല്ലാം പുതുമയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈംസ്. നോക്കിക്കോണം, ഒരിക്കലും പുതിയ മാനങ്ങളാണ് ഇവന്മാർ ക്രൈംസിന് കണ്ടുപിടിച്ചേക്കുന്നത്. ആ രീതിയിലാണ്. പോക്സോ എന്ത് മാത്രമാണ്, എത്ര എണ്ണമാണ് വരുന്നത്, ഇഷ്ടമാതിരിയാണ് വരുന്നത്. പിന്നെ വേറെ ഒരു കണ്ടില്ലേ, സ്കൂൾ ബസ് വെച്ചിട്ട് 9ാം ക്ലാസ്സുകാരനെ കുത്തി. അതിന് ബയോളജി ലാബിൽ നിന്ന് കത്തി എടുത്തുകൊണ്ട് വന്നാണ് കുത്തി. കഴുത്തിന്റെ പുറകിൽ കുത്തേറ്റു. ഭാഗ്യത്തിന് ഗുരുതരമല്ലാത്ത ആയിരുന്നു, കുത്തുകൊണ്ടു, എന്നാലും രക്ഷപ്പെട്ടു. അപ്പൊ ഇത് അവനെ കസ്റ്റഡിയിലുമായി. ഇത് നമ്മൾ കാണേണ്ടത് ഈ 11 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഒരു 16 വയസ്സ് അല്ലെ 17 വയസ്സ് പ്രായം കാണും. ഈ സമയത്താണ് ഈ പണി ചെയ്യുന്നത്. ഇവനും മിക്കവാറും അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് നോക്കുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ചൈൽഡ് ആയിരിക്കും ഇയാള്. അപ്പം ഇമ്മ്യൂണിറ്റി ഒന്നും അതിന് കിട്ടത്തില്ല. പക്ഷേ എന്നാലും ശിക്ഷയിലെ കാഠിന്യത്തിലൊക്കെ കുറവുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും ഇതുപോലെ ചിന്തിക്കുന്നല്ലോ കൂടെ ഉള്ള ഒരു കുട്ടിയെ കുത്താനായിട്ട് കത്തിയെടുത്ത് കുത്തുകയാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ
തൃശ്ശൂര് ഇത് കണ്ടില്ലേ, ആ മൈതാനത്ത്, തെക്കുംകട മൈതാനത്ത് വെച്ച്, ആ അത് അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 15 വയസ്സുകാരനോ 16 വയസ്സുകാരനോ കണ്ടാണ് ഒരാളെ ഒരു ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ പണ്ട് കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നു. ഈ ക്രൈംസ് അത് ഒരു അത്രത്തോളം ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് റേറ്റ്. എത്ര നമ്മൾ കാണുന്നത് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തർക്ക് ശിക്ഷ ഇളവൊക്കെ കൊടുക്കുന്നത്. ആ ഇളവ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ലൈഫാണ്. ലൈഫ് ഇംപ്രസൺമെന്റ് സുപ്രീം കോടതി പിന്നെ പറഞ്ഞിട്ടുണ്ട്. 14 വർഷം എന്ന് പറയുന്നത് സ്റ്റേറ്റിന് റെമിഷൻ കൊടുക്കാം. അപ്പൊ അത് കൊടുക്കണോ വേണ്ടതെന്നുള്ളത് സ്റ്റേറ്റാ തീരുമാനിക്കേണ്ടി കേട്ടോ. അത് അങ്ങ് തീരുമാനിക്കും. അതൊക്കെ പിടിപാടുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഇത് ആരെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ അവരുടെ കൈ കാണണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും, അല്ലാതെ വേറൊന്നും നടക്കത്തില്ല.